ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെലിബ്രിറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു സവോള, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ടൊമാറ്റോ, ഒരു ഹാഫ് ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി, പിന്നെ ക്യാബേജ്. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് ബേബി കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ആക്കാം. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്, പിന്നെ 2 മുട്ടയുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പാൻ ഒന്ന് ചൂടാക്കുക. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ആക്കാം. ഗീ ആണെന്നുണ്ടെങ്കിൽ ഗീ യൂസ് ആക്കാം. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഓയിലാണെന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ആക്കി കൊടുക്കുക. ഫസ്റ്റ് തന്നെ നമ്മുടെ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇട്ട് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് ഇത് രണ്ടും നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അത് നല്ല രീതിയിൽ ആ ഒരു ഗീയിൽ സോട്ടായി വരണം. അത് സോട്ടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ എന്താണ് ടൊമാറ്റോയും ഇതെല്ലാം കൂടി ക്യാബേജും ഒക്കെ ഞാനിവിടെ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ബീൻസ് ആഡ് ആക്കാം. അങ്ങനെ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ആക്കാം. ഇതിൽ എഗ്ഗും എന്താ പറയുക ചപ്പാത്തി നമ്മളിങ്ങനെ നൂഡിൽസ് മാതിരി കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമാകും. ഒരു കൊത്തു പൊറോട്ടേൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ എന്താ പറയുക വേവിച്ചിട്ട് അതിങ്ങനെ കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. എങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ ആവശ്യത്തിനും ഉപ്പ് വിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ, പെപ്പർ, അതിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ചില്ലി ഒന്നും യൂസ് ആക്കുന്നില്ല. അതിന് പകരം ഈ കുരുമുളകാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ആഡ് ആക്കി കൊടുക്കാം. ഞാനിവിടെ മക്കൾക്കും കൂടെ കൊടുക്കാനായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് നേരം ഇതൊന്ന് നല്ലപോലെ വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിന് ശേഷം ഈ വെജിറ്റബിൾസ് ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അവിടെ ആ ഒരു സ്പേസിൽ നമ്മുടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് ഒന്ന് വെന്ത് വരാനായിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം അത് കഴിഞ്ഞ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതൊന്ന് ഇങ്ങനെ കറക്കി എടുക്കുക. മുട്ട ചിക്കി എടുക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ ആ വെജിറ്റബിൾസൊക്കെ ഈ എഗ്ഗും കൂടി ചേർന്നിട്ട് ആ എഗ്ഗിൻ്റെ ടേസ്റ്റ് ആ വെജിറ്റബിൾസിലൊക്കെ വരുന്ന രീതിയിൽ നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഗരം മസാല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ചപ്പാത്തി കട്ടാക്കാം. ഞാനിവിടെ 4 ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഈ ചപ്പാത്തിനെ ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിങ്ങനെ നൂഡിൽസിൻ്റെ പോലെ കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുക. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ആക്കി കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ചപ്പാത്തിയിൽ ഈ എന്താ പറയുക മസാലയൊക്കെ നല്ലപോലെ, ഈ വെജിറ്റബിൾസ് മസാലയൊക്കെ നല്ലപോലെ അതാകുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക.
നല്ലപോലെ മിക്സായി എടുക്കുമ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.